ഞാൻ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിൽ പോയപ്പോഴും പ്രാർത്ഥിച്ചത് മുഴുവൻ തന്റെ മനസ്സ് ശാന്തമാവണമെന്ന്. മക്കളെക്കാൾ കൂടുതൽ പ്രാർത്ഥിച്ചത് തനിക്ക് വേണ്ടിയാ. ഡോക്ടർ ജീവനെ താൻ കൊല്ലാൻ നോക്കി എന്നറിഞ്ഞ ശേഷം എന്റെ ഭയം കൂടി. യാത്രയുടെ സുഖം നഷ്ടപ്പെട്ട ദിവസങ്ങളായിരുന്നത്. ഞാൻ ബന്ധുക്കളോടൊന്നും പറഞ്ഞില്ല. എന്നാലും എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടി തന്റെ എടുത്തിയാട്ടം. ഇത്രയൊക്കെ ദേവ അയാളെ വെറുക്കാനുള്ള കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദേവ മാത്രമല്ല, അച്ഛനും. പക്ഷേ ഒരു കൊലപാതകത്തിലേക്കൊക്കെ എത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവൻ എന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ എന്നിൽ നകറ്റാൻ നോക്കി. അതാ എനിക്ക് സഹിക്കാൻ പറ്റാതെ പോയത്. ഞാൻ ഇതുവരെ തന്നെ വിളിച്ചപ്പോഴൊന്നും ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല. കരുണം മരിക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. താനെന്തൊന്നും മിണ്ടാത്തത്? അയാള് വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. സാറിങ്ങ് തിരിച്ചു വാ, സാറിനൊരു സദ്യ കരുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ സാറിന്റെ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കൊക്കെ അയാളോട് വലിയ സ്നേഹമാണെന്നും പറഞ്ഞു. ആ പറച്ചിൽ അത്ര കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ തന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയ ഒന്നും പറയാതിരുന്നത്. തലയ്ക്ക് വെളിവില്ലാതെ നടന്നവനാ. ബോധം വന്നപ്പോ അതിനേക്കാളും ശല്യേ അയാളെ കൊണ്ട് മറ്റുള്ളവർക്ക്. ആ, അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ആ നേരത്ത് അയാളെ എന്തിനാ ദേവ ഭയന്നതും? വീട്ടിൽ കയറ്റിയിരുത്തി സൽക്കരിച്ചെന്നൊക്കെയാ അയാൾ പറഞ്ഞത്. അതിന്റെ കാര്യം എന്തായിരുന്നു? എത്രയൊക്കെ ആയാലും കണ്ണന്റെ മാമനല്ലേ, അതുകൊണ്ടാ അങ്ങനെ ചെയ്യേണ്ടി വന്നത്. എന്തായാലും കരണം കൊല ചെയ്യപ്പെട്ടെന്നറിഞ്ഞപ്പോഴും എന്റെ മനസ്സിലേക്ക് വന്നത് തന്റെ മുഖമാ. ഇനി ആ കൊലപാതകത്തിന്റെ പിന്നിലും താനാണോ എന്ന് ഞാൻ സംശയിച്ചു. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാ ശരത്തേട്ടാ. ഇനിയിപ്പോ അതേപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. ഞാൻ ചിന്തിക്കുന്നൊന്നുമില്ല. നടന്ന കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എന്താ കർത്തു? ഉണ്ണീട്ടിന് എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഞാനിവിടെ മാളുവിന്റെ അരികിലാ. ഉണ്ണേട്ടൻ മാളു വിളിച്ചിട്ട് എന്താ മൊബൈൽ എടുക്കാത്തെ? എടുത്തിട്ട് എന്ത് പറയാനാ കർത്തു? ഒന്നും പറയാനില്ലേ? ഇനിയിപ്പോ ഒന്നും പറയാനില്ലെങ്കിലും ഒരാളെ വിളിച്ച ഫോൺ എടുത്തൂടെ? ഞാൻ മാളുവിനെ നേരിട്ട് കണ്ടോളാം. എപ്പോ? ഉടനെ കണ്ടോളാം. ദേ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. വേണ്ട കർത്തു. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. സംസാരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. മാളു സംസാരിക്ക. ഹലോ, നമുക്കൊന്ന് കാണാൻ മാളു. എനിക്ക് പറയാനുള്ളത് നേരിട്ട് പറയാം. ഇപ്പൊ വെക്കുവോ? കട്ടാക്കിയോ? ആ, കട്ടാക്കി. നേരി കണ്ട് സംസാരിക്കാന്നാ പറഞ്ഞത്. അത് ശരി. അപ്പൊ കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ. അങ്ങനെ വേണം കരുതാൻ. എന്നാ പിന്നെ വിളിച്ചിട്ട് ഉടനെ നേരി കാണണം. എനിക്കൊരു ഭയം പോലെ. നേരി കാണാനോ? അതിന് ഉണ്ണിയേട്ടനൊരു ഭീകരജീവിയൊന്നും അല്ല. അതെനിക്ക് അറിയാം ചേച്ചി. ഇനി കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറയാനോ മറ്റോ ആയിരിക്കോ വിളിക്കുന്നത്. എങ്കിൽ ഇതോടെ ഉണ്ണിയേട്ടനും അയാളെ ബന്ധം ഞാൻ അവസാനിപ്പിക്കും. ഉണ്ണിയേട്ടന്റെ പഴയ സ്വഭാവം പൂർണ്ണമായിട്ട് മാറിയെന്ന എന്റെയും കണ്ണേട്ടന്റെ ഒക്കെ വിശ്വാസം. അതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഫോൺ പെട്ടെന്ന് കട്ടാക്കി കളഞ്ഞു. കട്ടാക്കുന്നതിന് മുമ്പ് നേരിൽ കാണണമെന്ന് പറഞ്ഞല്ലോ. ഒരു കണക്കിന് അതാ നല്ലത്. പറയാനുള്ളതൊക്കെ നേരിട്ട് പറയട്ടെ. ആ, ഇനി എന്തായാലും താമസിക്കണ്ട, ഉടനെ തന്നെ കാണണം കേട്ടോ. ശരി ചേച്ചി, കാണാം. എന്നാ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോ. എന്നാ ഞാൻ പോയിക്കോട്ടെ. പിന്നെ എല്ലാവരോടും അന്വേഷണം പറയണം. ശരി എന്നാ.
മോളെ ഉണ്ണി വിളിച്ചത്? നേരി കണ്ടിട്ടും മോളുടെ മുഖം തെളിഞ്ഞില്ലല്ലോ. ഉണ്ണിയേട്ടൻ എന്തൊക്കെയോ പുറത്തു പറയാൻ പറ്റാത്ത സങ്കടം ഉണ്ടമ്മേ. അതേപറ്റിയൊന്നും മോള് ചോദിച്ചില്ലേ? ഒന്നും പറയുന്നില്ല. ഇനി എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ മോളെ? ഇഷ്ടക്കുറവൊന്നുമില്ല. ഉണ്ണിയേട്ടന്റെ സംസാരം കേട്ടിട്ട് എന്തോ അസുഖം ബാധിച്ച പോലെ തോന്നി. അസുഖോ? അതേപ്പറ്റി വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തിനോ ഭയക്കുന്ന പോലെ തോന്നുന്നു. ഇതാരോടും പറയാതിരുന്ന എങ്ങനെയാ മോള് ശരിയാവുന്നേ? ഉണ്ണി അടുത്തറിയാവുന്ന കണ്ണനും കാർത്തും പവിത്രയ്ക്കൊന്നും ഉണ്ണിയുടെ ഈ മാറ്റത്തിന്റെ കാരണം എന്താണെന്ന് പിടി കിട്ടുന്നില്ല. അല്ല മോളെ, ഇനി കല്യാണം മുടങ്ങോ? ഒന്നും അറിയില്ലമ്മേ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ മോളെ? അധികം ആൾക്കാരെയൊന്നും വിളിച്ചില്ലെങ്കിലും പറയാനുള്ളവരുടെ അടുത്തൊക്കെ പറഞ്ഞില്ലേ? അതുമാത്രമാണോ? എല്ലാവരും പ്രതീക്ഷയില്ലല്ലേ? കല്യാണം മാറ്റിവെച്ചാലും കുഴപ്പമില്ലമ്മേ. ഞാൻ കാത്തിരുന്നോളാന്ന് ഉണ്ണിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് പോസിറ്റീവായിട്ടല്ല പ്രതികരിച്ചത്. ഇങ്ങനെയൊരു ബന്ധം കിട്ടിയതില് ഒരുപാട് സന്തോഷിച്ചതാ അമ്മ. പരസ്പരം അറിയാവുന്ന ആൾക്കാര്, നമുക്ക് ഏറെ പ്രിയപ്പെട്ടവര്. അവിടെ പിന്നെ ടെൻഷന്റെയോ സംശയത്തിന്റെയോ ആവശ്യമില്ലായിരുന്നു. മോളെ, കല്യാണത്തിന്റെ തിരക്കിലാ. ഇവിടെ എല്ലാരും ഉണ്ട്. ഞാനിടയ്ക്ക് അപ്പച്ചിയുടെ ഒക്കെ കണ്ണു വെട്ടിച്ച് മാറി നിന്ന് വിളിക്കുവാ. മോൾ അവിടെയാണെന്നറിയാം. അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യാതിരുന്നത്. അച്ഛൻ എന്നെ കുറിച്ച് ചിന്തിക്കുവാണെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ വിളിച്ചത്. കല്യാണത്തിന് വരുവോ? എന്താ? കല്യാണത്തിന് വരുവോന്ന്. ഞാൻ അധികം നാളെ ജീവിച്ചിരിക്കണമെന്ന് മോൾക്ക് ആഗ്രഹമില്ലേ? പിന്നെ മോള് നിർബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരും. അയ്യോ, നിർബന്ധിക്കുന്നില്ലേ? ആ പരിസരത്തേക്ക് പോലും വരണ്ട. കല്യാണ പെണ്ണൊക്കെ ഹാപ്പിയാണല്ലോ അല്ലേ? അതെ. അല്ലെങ്കിൽ തന്നെ നല്ലൊരു വീട്ടിലേക്കല്ലേ മാള് വരാൻ പോകുന്നത്, മോളുടെ തറവാട്ടിലേക്ക്. അതെ അച്ഛാ, അവിടെ മാളുവിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അയ്യോ, അപ്പച്ചി വരുന്നു. ഞാൻ പിന്നെ വിളിക്കാം. മാളുവിനോട് ധൈര്യമായിട്ടിരിക്കാൻ പറയാം അപ്പച്ചി. നമ്മൾ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കും. മാളു ഇനി 2-3 ദിവസം കഴിയുമ്പോ എന്റെ തറവാട്ടിന്റെ മരുമോളാ. മോളുടെ തറവാട്ടിലേക്ക് മാളുവിനെ പറഞ്ഞുവിടാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം എനിക്കായിരുന്നു. മാളു അവിടേക്ക് വന്നു കഴിഞ്ഞാലേ എന്റെ പേരില് ഏക്കർ കണക്കിന് പാടവും പറമ്പും ഒക്കെ മുത്തച്ഛൻ വാങ്ങി തന്നിട്ടുണ്ടല്ലോ. അതിനകത്ത് നല്ലൊരു വീട് വെക്കണം അപ്പച്ചി. എന്നിട്ട് അവിടെ താമസിക്കണം. ഞാൻ ആ പറമ്പൊക്കെ അപ്പച്ചിയുടെ പേര് തന്നെ തിരിച്ചെഴുതിക്കൊള്ളാം. അങ്ങനെ തിരിച്ചെഴുതി തരാൻ വേണ്ടിയല്ല ഞങ്ങള് ആ വീടും പറമ്പും ഒക്കെ കണ്ണനും കാർത്തൂനും തന്നത്. മോളുടെ ആഗ്രഹം പോലെ വേണമെങ്കിൽ അവിടെ ഒരു വീട് വെക്കാം. എന്നിട്ട് ദേശാടനായിട്ട് നടക്കുന്ന മുത്തശ്ശനെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാം. പക്ഷേ ആ വീടും പറമ്പും മോളുടെ പേരിൽ തന്നെയായിരിക്കും. എനിക്ക് സ്വത്തും പണമൊന്നും വേണ്ട അപ്പച്ചി. സ്നേഹിക്കുന്ന ആളുകളൊക്കെ അടുത്ത് കിടന്നാൽ മാത്രം മതി. അങ്ങനെ തന്നെയാ ഞങ്ങളും ചിന്തിക്കുന്നത്. കാര്യങ്ങൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ വീടും പറമ്പും ഒക്കെ മഞ്ജു എടുത്തേക്ക് അനന്തേട്ടനും കൊടുക്കണം. അതോടെ അവരുടെ പരാതിയും തീരും. സാറും അമ്മയും പറയുന്നുണ്ടായിരുന്നു കുടുംബ വീട് അവർക്ക് തന്നെ കൊടുക്കാന്ന്. പിന്നെ ഈ വീടും കൂടി ആവുമ്പോ അവരാഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കുമല്ലോ. എന്നാലും രണ്ടിന്റെ അത്യാഗ്രഹം തീരില്ല മോളെ. അത് അങ്ങനെ 2 ജന്മങ്ങളായിപ്പോയി. അവരും പരിഭവമൊക്കെ മാറി നമ്മളോടൊപ്പം ചേർന്നിരുന്നെങ്കില് എല്ലാവർക്കും സന്തോഷമായേനെ. അങ്ങനെ എല്ലാ സന്തോഷവും കൂടി ദൈവം തരില്ലല്ലോ മോളെ. അത് ശരിയാ. ആ പിന്നെ അപ്പച്ചി, ഇത്തവണത്തെ ഓണം നമുക്ക് നന്നായിട്ടൊന്ന് ആഘോഷിക്കണം. മാള് ഞങ്ങളുടെ തറവാട്ടിൽ വരുവാണെങ്കിൽ ഓണം ഇത്തവണ നമുക്ക് എല്ലാവർക്കും അവിടെ കൂടാം. കുഞ്ഞിനാളില് മൂവാണ്ടമാവില് ആ നാട്ടിലെ ഏറ്റവും വലിയ ഊഞ്ഞാലിടുന്നത് കണ്ണേട്ടനായിരുന്നു. എന്നിട്ട് എന്നെ മടിയിലിരുത്തി കണ്ണേട്ടൻ ഊഞ്ഞാലാടുമായിരുന്നു. അനാഥ പെണ്ണായതുകൊണ്ട് കണ്ണേട്ടന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് താരാട്ട് പാടിത്തരുന്നതും എന്നെ കൊഞ്ചിക്കുന്നതും ഒക്കെ കണ്ണേട്ടനായിരുന്നു. പിന്നെ പാടത്തും പറമ്പിലും ഒക്കെ പണിയുന്ന അമ്മമാരൊക്കെ വരും. അവർക്കൊക്കെ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. ഇത്തവണയും കണ്ണനോട് പറയണം പറമ്പിലെ മൂവാണ്ടം മാവിൽ വലിയൊരു ഊഞ്ഞാല് കെട്ടാൻ. അതിൽ ഈ ഓണത്തിന്
മോൾക്കൊപ്പം ഇരുന്ന് ഊഞ്ഞാലാടുന്നത് അപ്പച്ചിയായിരിക്കും. മോൾക്കൊപ്പം ഇരുന്ന് ഓണസദ്യ ഉണ്ണണം എനിക്ക്. എനിക്കൊപ്പം മാത്രമല്ല, ഓണം ഉണ്ണാൻ ഇത്തവണ ഒരുപാട് പേരുണ്ടാവും. ഇത്തവണത്തെ ഓണത്തിനും ഈ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമ്മാനം എന്റെ മോള് തന്നെയാ. ഞാൻ കാട്ടിൽ കളഞ്ഞ എന്റെ മോള്. അമ്മ ഒരു തരത്തിലും അവളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലേ? ഞാൻ എന്ത് ചെയ്ത് കേട്ടാ? ഇവളീ തറവാട് വാങ്ങിച്ച ശേഷം എന്നെ ചെയ്തൊക്കെ ഓർക്കുവാണെങ്കിൽ ഇവളെ പാതാളത്തിലേക്ക് ചവിട്ടിത്താക്കുവാ വേണ്ടേ? അന്ന് അവള് ചെയ്തതിനുള്ള തിരിച്ചടിയൊക്കെ അവൾക്ക് കിട്ടിയില്ലേ? അതുപോലെ തന്നെയാ എല്ലാവരുടെയും കാര്യം. ഒരാൾക്ക് ഗതികേടുണ്ടാവുമ്പോ അത് മുതലെടുക്കാൻ നോക്കരുത്. ഇവക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്താലേ ഇവൾ ആ കൊച്ചിനെ കെട്ടിപ്പിടിച്ചോണ്ട് മുറിക്കകത്ത് തന്നെ ഇരിക്കും. ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം തടിയുണ്ട്. ഇനി ഇത് കൂടിയാലേ ഇനി അസുഖക്കാരിയാകും. നിന്റെ കയ്യിലെ കാശ് പോകും. അവള് ദീപന്റെ ഭാര്യ അമ്മേ. അതുകൊണ്ട് അവക്ക് കുഞ്ഞിനും വേണ്ടി എത്ര പൈസ കൊടുക്കാനും ഞാൻ തയ്യാറാ. നീ എന്തോടലും ചെയ്തോ, പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ആ ദേവനന്ദയുടെ മോളില്ലേ മഞ്ജു, അവളെയും ഇവളെയും കൂടെ ഉണ്ടല്ലോ ഒരു കലപ്പേ കെട്ട. നമ്മളെ ടിവിയിലൊക്കെ കാണത്തില്ലേ മല്ലന്മാര് തമ്മില് ഗുസ്തി പിടിക്കുന്നേ? അതുപോലെ അവളെയും കൂടെ ഒരു മൈതാനത്ത് കൊണ്ട് നിർത്തി ഗുസ്തി പിടിപ്പിക്കണം. ആരാരെ കടിച്ചു കീറുമെന്ന് അപ്പൊ അറിയാം. അയ്യോ, പോരുകോഴികളാ രണ്ടും. അമ്മ ഒന്ന് അകത്തോട്ട് പോയേ. ഞാനെന്തിനാ പോകുന്നത്? ഇവക്ക് പോയിക്കൂടെ? നിക്ക് ഉള്ളിൽ എന്തൊക്കെയോ കുമിഞ്ഞു കൂടുവാ. ഇടി മനസ്സിൽ പറയാതെ പുറത്തോട്ട് പറയടി. എല്ലാരും ഒന്ന് കേക്കട്ടെ. അമ്മേ, ദേവി ഇത് അവളെ ഇങ്ങനെയൊന്നും പറയരുത്. പറയാതിരുന്നാ പറ്റില്ല പവിത്രയെ. അവള് സഹിക്കാൻ വയ്യാതെ വന്നാലേ നേരെ കുഞ്ഞിനെ കൊണ്ട് പുഴയെ ചാടും. അങ്ങനെ ചാടിയാലേ അവളും കുഞ്ഞും ചത്തുപോകും. അല്ലാതെന്താ? അമ്മ വെറുതെ അങ്ങനൊന്നും പറയാതെ. ഒരിക്കലും അവൾ അതിന് ശ്രമിച്ചതാ. അന്ന് ദീപം സമയത്ത് ചെന്നില്ലായിരുന്നെങ്കിലേ അമ്മ പറഞ്ഞ പോലെ സംഭവിച്ചേനെ. ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ അമ്മേ? വിജിത കുഞ്ഞിനെ എടുത്തോണ്ട് നിന്നാല് ആ കുഞ്ഞിനെ വരെ അമ്മ വെറുതെ വിടില്ല. ഇടി കുഞ്ഞുനാളിലെ വെറുതെ വിടാതിരുന്നാലേ വലുതാകുമ്പോ ഇത്തിരി ഇമ്മണി മര്യാദയൊക്കെ ഉണ്ടാവും. കണ്ണ, അവിടെ കാര്യത്തില് എന്നോടൊന്നും പറയണ്ട. ഞാൻ ഈ ശൈലി മാറ്റാൻ പോകുന്നില്ല. ആഹാ, നോക്കട്ടെ അവള് തുടച്ചതൊക്കെ വൃത്തിയായോന്ന്. അമ്മ ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യും കണ്ണേട്ടാ? എന്ത് ചെയ്യാനാ? അവളുടെ അപ്പച്ചിയില്ലേ, അവളുടെ അച്ഛന്റെ സ്വഭാവം കുറച്ചൊക്കെ അമ്മയ്ക്കും ഉണ്ടാവും. അതിനി മരണം വരെ മാറാനൊന്നും പോകുന്നില്ല. എന്നാലും ഇത് ഇത്തിരി കൂടുതലാ. കാർത്തോടെ നിക്കുവാണ് മോനെ? ഇനിയിപ്പോ അവിടെ നിക്കട്ടെ, കല്യാണം അടുത്തില്ലേ. അമ്മ എപ്പോഴാ പോകുന്നു? ഞാൻ 2 ദിവസം മുന്നേ പോവാ. അല്ല മോനെ, ഉണ്ണി ഇപ്പോഴും ഈ കല്യാണത്തിനോട് വലിയ താല്പര്യം കാണിക്കുന്നില്ലെന്നാണല്ലോ ദേവ വിളിച്ചപ്പോ പറഞ്ഞത്. അതാ മാളുവിന്റെ ടെൻഷൻ. കാർത്തു എല്ലാവർക്കും ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നാ കണ്ണേട്ടനും പവിത്രടുത്തൊക്കെ പറയുന്നത്. എല്ലാവരും പറയുന്ന പോലെ വിജിത അവിടേക്ക് വന്നതാണോ പ്രശ്നമായത്? ഉണ്ണി പഴയ ഉണ്ണിയൊന്നും അല്ല. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവേണ്ടതല്ല. പിന്നെ എന്ത് പറ്റിയെന്നറിയില്ല. കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമായിരിക്കും അല്ലേ? ഉണ്ണിക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അത് കല്യാണം കഴിഞ്ഞാലും ശരിയാവില്ല. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. എന്തായാലും വിജിത അല്ല അതിനുള്ള കാരണം എനിക്ക് ഉറപ്പാ. അവക്ക് കുഞ്ഞില്ലെങ്കിൽ പിന്നെയും പറയായിരുന്നു. ഇപ്പൊ ദീപന്റെ കുഞ്ഞിന്റെ അമ്മയാവള്. അതുകൊണ്ട് ഒരു കാരണവശാലും ഉണ്ണിയുടെ മനസ്സ് അങ്ങോട്ട് പോവില്ല. ഇത് മറ്റെന്തോ കാരണം കൊണ്ടാ. ഇനി മാളുവിന്റെ കരള് മാറ്റിവെച്ചതൊക്കെ ഉണ്ണിക്ക് പ്രശ്നമായി കാണുമോ? ഉണ്ണി ഒരു ഡോക്ടറല്ലേ. അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ അയാൾക്കറിയാം. അപ്പൊ അങ്ങനെ ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. എന്ന് മാത്രമല്ല, ഉണ്ണി സ്വന്തം ഭാവിയെ പറ്റി ആലോചിച്ചിട്ടൊന്നുമല്ല ഈ വിവാഹത്തിന് സമ്മതിച്ചത്. മാളു അങ്ങനെ തന്നെയാ. അവര് രണ്ടാളും അവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാ ഒരു കോംപ്രമൈസിൽ എത്തിയത്. അല്ലെങ്കിൽ അവർ രണ്ടാൾക്ക് ഇപ്പൊ വിവാഹത്തിന് താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അന്ന് പെണ്ണ് കണ്ടുപോയ ശേഷം മാളുവിനോട് ഞാൻ സംസാരിച്ചപ്പോ മാളു നല്ല സന്തോഷത്തിലായിരുന്നല്ലോ.
ഉണ്ണി എങ്ങനെ തന്നെയായിരുന്നു. കണ്ണേട്ടനും പവിത്രടുത്തിയത് നമ്മളോട് പറഞ്ഞതുമാണല്ലോ. പിന്നെ അതിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചെന്നാ മനസ്സിലാവും. മാളു മതിലകത്തെ മരുമകളായി കഴിഞ്ഞാൽ വീടും പറമ്പും മാളുവിന്റെ പേരിലാക്കാവുന്നു. പറമ്പിപ്പോ കാർത്തുവിന്റെ പേരില്ല, വീട് കണ്ണന്റെ. രണ്ടാളും കൂടി എടുത്ത തീരുമാന. ഞാനത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. മാളു ആ വീട്ടിലേക്ക് പോകുന്നത് കൊണ്ട് അങ്ങനെ ഒരു പുണ്യപ്രവൃത്തി ചെയ്തതിനെ ഞാനും അനുകൂലിക്കുക. അല്ല, ശരത്ത് നേരത്തെ എന്നെ വിമർശിച്ചിരുന്നു. ഞാൻ വിമർശിച്ചതല്ല അച്ഛാ. അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോ അനന്തവും മഞ്ജു അറിയരുതെന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ എനിക്കതിൽ വിരോധമൊന്നുമില്ല. നമുക്കിപ്പോ ദൈവം സഹായിച്ച് ഇഷ്ടം പോലെ സ്വത്തും പണവും ഉണ്ട്. അത് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് പോകുന്നതിൽ സന്തോഷമുള്ളൂ. ഇനിയിപ്പോ മാളുവിന്റെയും കൂടി കല്യാണം കഴിഞ്ഞാൽ എല്ലാം ഭാഗം വെക്കണം. ദേശാടനമായിരുന്നു മനസ്സിൽ. പക്ഷേ ഇപ്പോഴെന്തോ കൊച്ചുമക്കളുടെയൊക്കെ കൂടെ മാറി മാറി താമസിക്കണമെന്ന് തോന്നുക. പിന്നെ ദേവ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മതിലകൻ തറവാടിനോട് ചേർത്ത് കിടക്കുന്ന കാർത്തുവിന്റെ പറമ്പിൽ ഒരു വീട് വെക്കണമെന്ന്. അത് കാർത്തുവിന്റെയും കൂടി ആവശ്യ. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള കാലം നമുക്കെല്ലാവർക്കും കൂടി അവിടെ കഴിയാം. ഈ വീടും പറമ്പുമൊക്കെ അനന്തുവിനും മഞ്ജുവിനും കൊടുക്കുകയും ചെയ്യാം. അപ്പോ അവരുടെ ദേഷ്യത്തിനും ഒരു പരിധിവരെ പരിഹാരമുണ്ടാവും. കാർത്തുവിനൊപ്പം താമസിക്കാനാ ഇപ്പൊ എല്ലാവർക്കും താല്പര്യം അല്ലേ? അത് പിന്നെ അങ്ങനെയൊന്നുമില്ല ശരത്തെ. തൊട്ടടുത്ത് ബാളുണ്ടല്ലോ. പിന്നെ കാർത്തുവിനൊപ്പം അല്ലല്ലോ താമസിക്കുന്നേ, അവളുടെ പറമ്പിൽ വെച്ച വീട്ടിലല്ലേ. എല്ലാവരും സന്തോഷത്തിലാ. പക്ഷെ ഈ കല്യാണം നടക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. മുൻപ് ഞങ്ങള് തമ്മിൽ കണ്ടപ്പോഴൊക്കെ ഞാൻ തുറന്നു ചോദിച്ചതാ ഉണ്ണിയേട്ടന് അസുഖം വല്ലതും ഉണ്ടോന്ന്. അതല്ലെങ്കിൽ പിന്നെ ഈ രീതിയിലൊക്കെ സംസാരിക്കേണ്ട കാര്യം എന്താ? ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നുമില്ലല്ലോ. ഉണ്ണിയേട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കണ്ണേട്ടനും പവിത്രടുത്തിയും അത് അറിയേണ്ടതാ. ഇത് അവർക്കൊന്നും അറിയില്ല. എന്നോട് ഉണ്ണിയേട്ടന് വെറുപ്പൊന്നുമില്ല. പക്ഷെ എന്തോ ഭയം ഉണ്ണിയേട്ടനെ അലട്ടിക്കൊണ്ടിരിക്കുക. എന്തായാലും മുഹൂർത്ത സമയത്ത് താലികെട്ട് നടക്കും. അതിന് മാറ്റം ഒന്നുമില്ല. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ മാള് നോക്കിയാ മതി. മോളെ, അരുണിത് ഇങ്ങോട്ടാ മോളെ പോയത്? അറിയില്ല. ഒരു ഫോൺ വന്നു, ഉടനെ പോവുകയും ചെയ്തു. അരുണിന് നല്ല ടെൻഷൻ ഉണ്ടെന്നാണല്ലോ അച്ഛന് ശരത്തേട്ടനൊക്കെ പറഞ്ഞത്. എന്തോ കുഴപ്പമുണ്ട് അപ്പച്ചി. അതിനി സാറ് വന്നിട്ടേ അറിയാൻ പറ്റൂ. ഇനി ഉണ്ണിയേട്ടൻ എങ്ങാനുമാണോ വിളിച്ചത്? ഉണ്ണിയേട്ടൻ ഈ കല്യാണം മാറ്റിവെക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ നടക്കുക. അതേപ്പറ്റി പറയാനായിരിക്കോ അരുണേട്ടനെ വിളിച്ചതെന്നൊരു സംശയം. കല്യാണം നടക്കില്ല എന്ന് ചിന്തിക്കാതെ നടക്കുമെന്ന് ചിന്തിക്കും മോളെ. ഉണ്ണിയേട്ടന് കുറച്ച് കൂടുന്നുണ്ട്. കുറച്ച് കഴിയട്ടെ, ഞാൻ കണ്ണേട്ടനെ വിളിച്ച് വിവരം പറഞ്ഞോളാം. ഇനിയിപ്പോ ഏട്ടനും അനിയനും തമ്മിൽ വഴക്ക് വേണ്ട. വിവാഹം മംഗളായി തന്നെ നടക്കും. എനിക്ക് പേടി എന്റെ മൂത്ത മോളെയും മരുമോനിയാ. അവരിനി ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും നാടകം കളിച്ചോന്ന് അറിയില്ല. ഏട്ടത്തിയുടെ അനന്തേട്ടന്റെ സ്വഭാവം നന്നായിട്ട് ഉണ്ണിയേട്ടന് അറിയാം. മറ്റൊരു കുടുംബത്തിൽ നിന്നാണ് മാള് ബന്ധം എടുത്തെങ്കിൽ അങ്ങനെയൊക്കെ സംശയിക്കായിരുന്നു. ഇവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ തറവാട് മാളുവിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക. ഞാനൊരു കാര്യം അമ്മയോട് കാർത്തുവച്ചോടും തർപ്പിച്ച് പറഞ്ഞേക്കാം. ഈ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഉടുത്തൊരുങ്ങി ആരുടെയും മുമ്പിൽ പോയി നിൽക്കില്ല. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കാൻ വേണ്ടിയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഉണ്ണിയേട്ടനും അങ്ങനെ തന്നെയാ. അത് മുടങ്ങിപ്പോയാ മറ്റൊരു ബന്ധം എനിക്ക് വേണ്ട. അതിനായി മോളെ നിർബന്ധിക്കില്ല. ഞങ്ങൾക്ക് ധൈര്യത്തോടെ മോളെ പറഞ്ഞു വിടാൻ പറ്റുന്നൊരു വീട്ടിലേക്ക് മോളെ പറഞ്ഞു വിടൂ. ഞാനാണ് ഈ ബന്ധത്തിന്റെ ഇടനിലക്കാരിയെങ്കിൽ മാളുവിന്റെ കഴുത്തില് ഉണ്ണിയേട്ടൻ താലി കെട്ടിയിരിക്കും. അതിലിനി അമ്മയ്ക്ക് മോൾക്ക് ഒരു സംശയവും വേണ്ട. കാർത്തു ഇത്ര തറപ്പിച്ചു പറയുമ്പോ പിന്നെ എന്തിനാ മോളിങ്ങനെ ഭയക്കുന്നത്, ഇങ്ങനെ സംശയിക്കുന്നത്? കാർത്തു വെച്ച് ഇത്ര ധൈര്യം തന്നാലും ഉണ്ണിയേട്ടന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതറിയാൻ തന്നെയാ അരുണേട്ടൻ പോയിരിക്കുന്നത്. ഇല്ലെങ്കിൽ അമ്മ നോക്കിക്കോ.
സർ, ആ വരൂ, ഇരിക്കെ. എന്താ സാർ സംഭവിച്ചത്? അയാൾ ഒരു സാഹസം കാണിച്ചു. കരുണന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട ഫയൽസ് ഒക്കെ ക്ലോസ് ചെയ്താ. പക്ഷേ ഇപ്പൊ യഥാർത്ഥ കൊലയാളി എത്തി, ഉണ്ണി. ഇനി ദീപനെ രക്ഷിക്കാനാണോ ഉണ്ണി വന്നതെന്നറിയില്ല. എന്താ സംഭവിച്ചെന്നുള്ളത് മനസ്സിലാവുന്നില്ല സർ. അയാൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെ മാറ്റം ഉണ്ടായിരുന്നോ? ഏയ് ഇല്ല സർ. എന്തിനാ സാറേ കള്ളം പറയുന്നത്? സാറ് തന്നെ പറഞ്ഞായിരുന്നല്ലോ അയാൾ കുറച്ചു ദിവസമായിട്ട് വല്ലാത്തൊരു കുറ്റബോധത്തിലായിരുന്നു എന്ന്. അത് ശരിയാ സർ. നമ്മൾ തമ്മിൽ അവസാനമായിട്ട് കണ്ടപ്പോ സാറിനോട് പറഞ്ഞിരുന്നു അവിടെ നടന്ന സംഭവങ്ങളൊക്കെ. പഴയ ഉണ്ണിയായിരുന്നെങ്കിൽ അയാൾ ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കില്ലായിരുന്നു. ഒരിക്കലും കൊലപാതക കുറ്റം ഏറ്റെടുക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ദീപനകത്തായി. അത് ഉണ്ണിയെ അലട്ടിക്കൊണ്ടിരിക്കുക. എന്റെ അപ്പച്ചിയുടെ മോളെ ഉണ്ണി കല്യാണം കഴിക്കാൻ പോകുന്നത്. ആ വീട് കല്യാണത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് എങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നത്? ആരെയും വേദനിപ്പിക്കാൻ ഉണ്ണി ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല. എന്തോ ശാപം കിട്ടിയതുപോലെയാ അയാളുടെ ജീവിതം. കൈക്കൂലി കൊടുക്കാതെ പഠിച്ചു തന്നെ ഡോക്ടറായി. അതും വലിയ സാഹചര്യമൊന്നും ഇല്ലാതിരുന്നിട്ടും. പക്ഷേ ഒരു ഡോക്ടറെന്ന് പേരെടുക്കാൻ കഴിഞ്ഞില്ല. ഇനിയും അതിന് കഴിയുമായിരുന്നു. അങ്ങനെ ഒരു ഡോക്ടറിന്റെ കീഴിലെ ഉണ്ണി ഇപ്പൊ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമായ സാക്ഷികളില്ലാത്ത കേസാ. ദീപന് പോലും മുന്നോട്ട് വലിയ തലവേദന ഇല്ലാന്ന് നമ്മളൊക്കെ ഉറപ്പിച്ചതാണ്. എങ്കിലും കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്യാതെ നിവൃത്തിയില്ല. കല്യാണം എന്നാ ഫിക്സ് ചെയ്തിരിക്കുന്നത്? അടുത്ത സൺഡേ ആണ് സർ. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതായാലും സാർ ഉണ്ണിയെ പോയെന്ന് കാണാം. ഏയ്, അയാള് കുറെ നാള് ചെവിയിൽ പൂവും വെച്ച് നടന്നോണ്ട് നാട്ടുകാരൊന്നും ശ്രദ്ധിക്കില്ല. എന്ന് മാത്രമല്ല, കണ്ണനോട് അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ നാട്ടിൽ മുഴുവൻ പാട്ടല്ലേ. അവരാരയാളെ പിന്തുണക്കില്ല ഉണ്ണി. എന്തായാലും വല്ലാത്തൊരു ജന്മം തന്നെ. ജീവിതത്തിൽ ഒരിക്കലും എനിക്കൊരു സമാധാനം തരാത്തൊരു മാമൻ. സാധാരണ അനന്തരവന്മാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്തത് അമ്മയുടെ സ്വന്തം ആങ്ങളമാരാ. ഇവിടെ അനന്തരവന്മാരെ പാതാളത്തിലേക്ക് ചവിട്ടിത്തഴുത്തുന്ന വൃത്തികെട്ട് ഒരുത്തനായി പോയി. അതുകൊണ്ട് അയാളെ കൊല്ലാൻ എന്റെ കൈ വിറക്കില്ല. ചെയ്യും ഞാൻ. അതൊരു വെറും പറച്ചിലല്ല ഉണ്ണി. മിക്കവാറും അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. കണ്ണൻ മാത്രമല്ല, ഞാനും ദീപനും ഒക്കെ അതേ മാനസികാവസ്ഥയിലൂടെ തന്നെ പോകുന്നത്. എന്നുവെച്ചാ നിങ്ങളുടെ കുടുംബത്തിലൊരു തകർച്ച വന്നാൽ പിന്നെ മുന്നും പിന്നും നോക്കത്തില്ല. ഏതവനാണോ അതിന് കാരണമാവുന്ന അവന്റെ കഴുത്തങ്ങ് കണ്ടിച്ചളയും. പിന്നെ എന്ത് വന്നാൽ നമുക്കങ്ങ് നേരിടാം. അല്ലാന്താ? അയാളെ നിലക്കേർത്താൻ മറ്റു മാർഗമൊന്നുമില്ലേ? ഒരു മാർഗമില്ല. വാ പോയ കോടാലിയാ. അതിനി കടിഞ്ഞാനിടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഞാൻ പോയി റിക്വസ്റ്റ് ചെയ്തിട്ടും എന്നെ ആക്ഷേപിച്ച് തിരിച്ചയക്കുകയോ ചെയ്തത്. പിന്നെ വീട്ടിലെത്തുമ്പോഴും നിങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഒരേ ഒരു കാര്യം തന്നെയാ. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ആ സമയത്ത് എന്റെ മാമിനെ കൊല്ലണമെന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് കണ്ണേട്ടന്. പല രാത്രിയിലും കണ്ണേട്ടൻ ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോ പാത്രത്തിൽ പരതിക്കൊണ്ടിരിക്കും. ഒന്നും കഴിക്കില്ല. സങ്കടവും ദേഷ്യം കുറയ്ക്കാൻ ഏട്ടൻ കണ്ടെത്തുന്ന മാർഗമുണ്ട്. പറമ്പിൽ പോയി നന്നായി കിളയ്ക്കും. അതിപ്പോ ജോലിയൊന്നും ഇല്ലെങ്കിലും അങ്ങനെ തന്നെ ചെയ്യും.
അത് പലവട്ടം ഞാൻ കണ്ടു. അപ്പോഴൊക്കെ എന്റെ ഏട്ടൻ ഇനിയും ജയിലിൽ പോകുന്നുള്ള ചിന്ത എന്നെ അലട്ടി. ഉറങ്ങി. പിന്നെ ഇടയ്ക്ക് ഉണർന്ന് ജനാല വഴി നോക്കിയപ്പോഴാ കണ്ണേട്ടനിങ്ങനെ നടക്കുന്നത് കണ്ടത്. എന്തു പറ്റി കണ്ണേട്ടാ? ഉറക്കം വരുന്നില്ലടാ. മാമനാണ് കാരണമല്ലേ? അയാളെ എന്ത് ചെയ്യാനാ കണ്ണേട്ടാ? കൊല്ലണം. ഭഗവാന് കംസൻ സ്വന്തം അമ്മാവനായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചേ? ഭഗവാൻ അത് ചെയ്യാമെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യന് ഒരു അമ്മാവനെ കൊണ്ട് ജീവിക്കാൻ പറ്റാതായ അയാളെ ഇനി വേണ്ടതങ്ങ് തീരുമാനിക്കണം. കണ്ണേട്ടൻ ഇനി ഒരിക്കലും ആരെയും തല്ലാനും കൊല്ലാനൊന്നും നടക്കരുത്. ഞാൻ ചെയ്തില്ലെങ്കിൽ മറ്റാരെങ്കിലും അത് ചെയ്യും. ഞങ്ങൾക്ക് ആർക്കും ഇനി കണ്ണേട്ടനെ ജയിലിൽ വന്ന് കാണാൻ വയ്യ കണ്ണേട്ടാ. ഇനിയിപ്പൊ ഞാൻ ജയിലിലേക്ക് പോയാലും പേടിക്കാനൊന്നും ഇല്ല മോനെ. പഴയ അവസ്ഥയൊന്നും അല്ലല്ലോ ഇപ്പോ. പവിത്രയും കുഞ്ഞിനെയൊക്കെ സഹായിക്കാൻ ഇപ്പൊ ഒരുപാട് പേരുണ്ട്. പിന്നെ കട നല്ല രീതിയിൽ പോവാ, പശുക്കളുണ്ട്, പറമ്പുണ്ട്. പിന്നെന്താ എനിക്ക് പേടിക്കാനുള്ളത്? മുമ്പ് അതായിരുന്നില്ലല്ലോ അവസ്ഥ. അതുകൊണ്ട് ജയിലിലേക്ക് പോകാൻ തീരുമാനിച്ചോ? അയാൾ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ അയാളെ വീട്ടിനകത്ത് തളച്ചിടാനൊന്നും പോകുന്നില്ല. എവിടെങ്കിലും കൊന്നു കുഴിച്ചുകൂടും. ഇതുവരെ പറമ്പില് ഫലം തരുന്നതേ കുഴിച്ചിട്ടുള്ളൂ. ഇവിടെ പക്ഷേ ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ സമ്മതിക്കാത്തവരത്തിനെ വെട്ടി മൂടേണ്ടി വരുന്ന തോന്നേ. കാർത്തും പവിത്രടുത്തിയൊക്കെ ഇനി ജയിലിൽ വന്ന് കണ്ണേട്ടനെ കാണണമെന്നാണോ കണ്ണേട്ടൻ പറയുന്നത്? മോനെ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ അരുൺ. ആ അരുൺ മിക്കവാറും അയാളെ കൊല്ലും. അങ്ങനെ വന്നാ പിന്നെ അരുൺ ആ ജയിലിലേക്ക് പോകുന്നേ. അങ്ങനെ പോവേണ്ട ആളാണോ അരുൺ? ഗതികെട്ട ഒരു സമയത്ത് നീ പോലും സഹായിക്കാനില്ലായിരുന്ന ഒരു നേരത്ത് കാർത്തൂരും ജീവിതം കൊടുത്താളാ. അത് മാത്രമാണോ? അതിനുശേഷം എന്തെല്ലാം സഹായങ്ങളാ ചെയ്തേ? എന്നിട്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ മണ്ണ് പോലും അരുണിന്റെ സൗജന്യ. അങ്ങനെയുള്ള അരുണിനും അരുണിന്റെ അപ്പച്ചിക്കും മുത്തശ്ശനും ഒക്കെ സങ്കടം കൊടുക്കുന്ന ഒരുത്തരെ നമ്മൾ വേണം നിലക്കിരുത്താൻ. കരുണമാമ കാരണം ആർക്കും സ്വസ്ഥതയില്ല. ആ സമയത്ത് ഞാൻ ഉറപ്പിച്ചു അയാളെ നിങ്ങൾ ആരെങ്കിലും കൊല്ലുമെന്ന്. അത് ഞാൻ എങ്ങനെ സഹിക്കും സാറേ? കണ്ണേട്ടനെ വീണ്ടും ജയിലിൽ പോയി കാണുമെന്ന് പറഞ്ഞാ എനിക്ക് ഓർക്കാൻ പോലും പറ്റാത്ത കാര്യമാ. ഒരു സമയത്ത് കണ്ണേട്ടൻ ജയിലിൽ കിടന്നപ്പോ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അന്ന് കണ്ണേട്ടനെ വിമർശിച്ചുകൊണ്ട് കരുണമാമയുടെ വിജിതയുടെ ഒക്കെ കൂടെ നിന്നവനാ ഞാൻ. അതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് പലപ്പോഴും കരുതിയിട്ടുണ്ട്. അപ്പോഴാണ് ഇങ്ങനൊരു അവസരം വന്നത്. അവസരോ? അതെ, എന്റെ ഏട്ടനോടും നിങ്ങളോടൊക്കെ നന്ദി കാണിക്കാൻ ദൈവം തന്ന അവസരം. അതിലുപരി കുടുംബമായി ജീവിക്കുന്ന നിങ്ങൾക്കാർക്കും ഒരാപത്തും വരാതിരിക്കാൻ ഒരു കൊലപാതകം ചെയ്തേ പറ്റൂന്ന് എനിക്ക് മനസ്സിലായി. എടാ, അങ്ങനെ ചെയ്യാൻ ഉറപ്പിച്ചപ്പോ ഞങ്ങളോടൊക്കെ ഒന്ന് പറയണ്ടായിരുന്നോ? നീ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ആരും സമ്മതിക്കില്ല. എന്നൊന്നും പറയണ്ട. നീ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ മറ്റൊരാൾ ഉറപ്പായിട്ട് ചെയ്തേനെ. എല്ലാവരും കൂടി ആലോചിച്ചത് ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും അയാളുടെ ബോഡി പുറത്തുവരാത്ത രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇന്ന് അവന്റെ അപ്പച്ചിയും അങ്കിളും തമ്മിൽ തെറ്റിപ്പിരിയുമ്പോ അവന് മനസ്സിലാകും കരുണനെ നോവിച്ചത് അബദ്ധമായി പോയി എന്ന്. ചിലപ്പോ അവന്റെ അപ്പച്ചി അവളുടെ ഭർത്താവ് കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. അതുപോലായിരിക്കും എന്റെ നാവ് ഇന്ന് ചലിക്കാൻ പോകുന്നത്. ഡോക്ടർ ജീവൻ ദേവനന്ദയുടെ കാമുകനായിരുന്നു എന്ന് ഞാൻ പറയൂടാ. കാർത്തു അവർക്കുണ്ടായ സന്തതിയാണെന്ന് ഞാൻ പറയും. അത് തെറ്റാണെന്ന് തെളിയിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? പറ്റില്ല. ദൈവത്തിന് പോലും പറ്റില്ല. എല്ലാവരും കാത്തിരുന്നോ. അവിടെ നിലവിളി ഉയരുന്നത് എല്ലാവർക്കും കേൾക്കാം. കേട്ടറാ. എന്നെ തടസ്സപ്പെടുത്താനും കൊല്ലാനും വന്നിരിക്കുന്നു. കാണിച്ചു തരാവടാ ഇന്ന്.
ഞങ്ങൾ ആരെങ്കിലും കരുണമാമയെ കൊല്ലുമെന്ന് കരുതിയിട്ട് അദ്ദേഹം അത് ചെയ്തത്. അതുകൊണ്ടിപ്പം ഞങ്ങൾ തയ്യാറായിരിക്കണോ? നീ പറഞ്ഞു വെച്ച് നോക്കി ഒരു കാര്യം വ്യക്തമാ. നീ കരുണന് മുന്നിലെത്താൻ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ദീപൻ ആ കൃത്യം ചെയ്തേനെ. ശരിക്കും പറഞ്ഞ ദീപൻ അയാളെ കൊല്ലാനാണല്ലോ ആ സമയത്ത് അവിടെ എത്തിയത്. അതെ, അതിന് തൊട്ട് മുൻപാണ് ഞാൻ കരുണമാമയുടെ തലക്കടിച്ച് വീഴ്ത്തിയത്. നിനക്ക് എവിടുന്ന് കിട്ടി മോനെ ഈ ധൈര്യം? ഏതു മനുഷ്യനും ധൈര്യം കിട്ടും കണ്ണേട്ടാ. എന്താ കണ്ണേട്ടനും പപ്പേട്ടനും ദീപനും സാറുമൊക്കെ അയാളെ കൊല്ലാൻ തീരുമാനിച്ചതല്ലേ? നിങ്ങൾക്കൊക്കെ എവിടുന്നാ ആ ധൈര്യം കിട്ടിയത്? അതിന് ഞങ്ങളെ പോലെ ആയിരുന്നില്ലല്ലോ നീ. അല്ലായിരുന്നു. അത്യാവശ്യം പേടിയും ഒരുപാട് സ്വാർത്ഥതയും ഒക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു. എന്നാൽ ആ സ്വഭാവമൊക്കെ ഞാൻ മറന്നുപോയി. എനിക്കെന്റെ ഏട്ടനൊരു പുനർജന്മം തന്ന ശേഷം ഏട്ടന് വേണ്ടി ജീവിക്കണം ഉറപ്പിച്ചവനാ ഞാൻ. ഒരു കുടുംബമോ കുഞ്ഞുങ്ങളോ ഒന്നും എനിക്ക് വേണ്ട. ഇനിയുള്ള കാലം മുഴുവൻ ഏട്ടനെ സഹായിച്ചും സേവിച്ചും കഴിയണമെന്ന് വിചാരിച്ചവനാ. അങ്ങനെയുള്ള എനിക്ക് നിങ്ങളുടെ ഒന്നും വേദന താങ്ങാൻ കഴിയില്ല. ഏട്ടൻ വേദനിക്കരുത്. അമ്മയും കാർത്തൂനെയും ഏടത്തിയും ഒക്കെ സമാധാനിപ്പിക്കുകയും വേണം. എന്നെ കൊണ്ട് അതിന് പറ്റില്ല പോലെ. കരുണമാമ മരിച്ചതിന് ശേഷം സത്യം പറഞ്ഞാൽ നന്നായിട്ടൊന്ന് ഉറങ്ങിയത്. ഇനി അതിനും കഴിയില്ല. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞ കല്യാണ വീടിപ്പോ മരണ വീടായി. നമുക്ക് ആ സിയെ ഒന്നുകൂടി പോയി കാണാൻ കണ്ണേട്ടാ. നിന്നെ ഇവിടെ നടക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ആ സിയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഇനി അഥവാ ജയിലിലേക്ക് പോകേണ്ടി വന്നാ മോൻ പേടിക്കണ്ട, അവിടെ ദീപനുണ്ടാവും. പിന്നെ എന്റെ കുറെ സുഹൃത്തുക്കളോട് ഉണ്ട്. അതുകൊണ്ട് ജയിലിനകത്ത് നിനക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. കാര്യം വേദന മുഴുവൻ എനിക്കാ. ജയിലിൽ കിടക്കുന്നത് നിന്നെ ഓർത്ത്. അധികം നാൾ ഉണ്ണിക്ക് ജയിലിൽ കിടക്കേണ്ടി വരില്ല കണ്ണേട്ടാ. ഒരു ദിവസം കിടന്നാലും അത് പ്രയാസം തന്നെയല്ലേ അവിടെ. കണ്ണേട്ടാ വാ, നമുക്ക് ആ സിയെ ഒന്ന് കാണാം. ഞങ്ങൾ പോയി സിയെ ഒന്ന് കാണട്ടെ. തന്റെ അനിയൻ എന്ത് പണിയാ കണ്ണാ കാണിച്ചത്? അവനെ ജാമ്യത്തിലിറക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ സാറേ? അതൊക്കെ അരുൺ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. രക്ഷയൊന്നുമില്ല. അങ്ങനെ പറയല്ലേ സാറേ, എന്തെങ്കിലും സഹായം ചെയ്യണം. എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യാതിരിക്കോ കണ്ണാ? നിങ്ങളുടെ കുടുംബത്തെ പറ്റി എനിക്കറിയാം. അതുപോലെ തന്നെ മരിച്ചവന്റെ ബാക്ക്ഗ്രൗണ്ടും അറിയാം. അയാള് കാരണം നിരപരാധിയായ കണ്ണൻ കുറെ നാൾ ജയിലിൽ കിടന്നല്ലേ? ഉണ്ണി ലോക്കപ്പിൽ കിടക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാറേ. ഇനി ജയിലിലൂടെ പോയി കാണണോ? നിങ്ങൾ ആരെങ്കിലുമൊക്കെ കരുണനെ കൊല്ലുമെന്ന് ഭയന്നിട്ടാണ് അയാൾ ആ കൃത്യം ചെയ്തിരിക്കുന്നത്. നിങ്ങളൊക്കെ കുറച്ചുകൂടെ ബുദ്ധി കാണിക്കണമായിരുന്നു. കരുണനെ കൊണ്ട് ഒരു രക്ഷയില്ലെന്ന് വന്നപ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഞാനവനെ ഏതെങ്കിലും കേസിൽ കൊടുക്കൂലായിരുന്നോ? അവനകത്ത് കിടന്ന നിങ്ങൾക്ക് ആർക്കും അവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ലായിരുന്നു. ആ സമയത്ത് അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലായിരുന്നു സർ. അവനായിരുന്നു ജയിലിൽ കിടക്കേണ്ടിയിരുന്നത്. ഇവിടെ ഇട്ട് അവനെ നന്നായി ചാർത്തിയിട്ട് നിസ്സാരമായിട്ട് ജയിലിലേക്ക് പറഞ്ഞുകൂടായിരുന്നു? തന്റെ അനിയന്റെ കല്യാണവും ഗംഭീരമായിട്ട് നടന്നേനെ. അവന് പകരം ഞാൻ ജയിലിൽ കിടത്തോളാം. ഈ സംഭവം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്തേനെ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ആളെ മാറ്റി ജയിലിലേക്ക് പറഞ്ഞു വിടുന്നത് ശരിയായ പ്രവണതയല്ലല്ലോ. ഇനി എന്ത് ചെയ്യാൻ പറ്റും സാറേ? തൽക്കാലം കുറച്ചു ദിവസം ഉണ്ണിക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. അത് കഴിഞ്ഞാ നല്ലൊരു വക്കീൽ വിചാരിച്ച ഈ കേസിൽ നിന്ന് ഊരിപ്പോരാവുന്നേ ഉള്ളൂ.